ഗായ്സ്, നമ്മളെത്തിയിരിക്കുന്നത് ഷാലുവിന്റെ വീട്ടിലാണ്. നമ്മുടെ കൂടെ ബ്ലോഗർ, നമ്മുടെ സ്വന്തം സബ്ഷീര. ഇത് നമ്മുടെ സ്വന്തം ഇൻട്രോ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട, നമ്മളിവിടെ ഉണ്ടെന്നേ. നമ്മൾ അനകൊക്കെ ഇൻട്രോ പറയാനൊരു പൂതി, അപ്പൊ നമ്മളങ്ങോട്ട് സാധിച്ചു കൊടുത്തു. അപ്പൊ ഇന്ന് പോണത് വേറെടുക്കല്ല, പപ്സി എന്ന് വിളിച്ചുമ്പോ നമ്മോട് പറയട്ടെ, എന്റെ കുട്ടിന്റെ മുടിയാഴ്ചയിൽ നിങ്ങൾ വന്നതാണ്, എന്റെ കുട്ടിക്ക് ഇപ്പൊ 7 മാസമായി, നിങ്ങൾ എവിടെയെന്നുള്ളത്. അപ്പൊ ഈ പപ്സ് ആരാന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവില്ലേ. വേറെ ആരുമില്ല, നമ്മളെ സേലിന്റെ വീട്ടിൽ കിട്ടാ. ആദ്യം തന്നെ റൈഡർ നമുക്ക് കൂട്ടാണ്ട് അതിന്റെ ഇടയിലോള് പുതിയ ഫോൺ കാർ വാങ്ങിന്റെ കുന്തളിപ്പണി കാണിച്ചിട്ടുണ്ടെന്നേ. ഞമ്മക്കും വാങ്ങാൻ കഴിയൂന്ന്, പക്ഷെ നമുക്ക് നമ്മൾ ഉസ്മാൻ ബച്ച വിട്ട് കളിയില്ല. എപ്പോഴും വണ്ടി മണ്ണാവുന്ന ഒരാളാണ് നിസ്വ. കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോണത്. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഓളിന്റെ ഒപ്പം കേറിയിട്ടില്ല എന്നാണ് എന്റെ ഒരു സംശയം. നമ്മളങ്ങനെ പപ്സിന്റെ പരിക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര സ്വീകരണൊക്കെ ഇനി ചെറിയ പൊടിക്കുഞ്ഞായെന്ന് കണ്ടതാട്ടാ. ഇപ്പോഴാണ് നമ്മൾ ഓനെ കാണാനെത്തിയത്. ഓനെ പിന്നെ ഉമ്മാനെ ചങ്ങാഴ്ചാൽ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഓൻ പെട്ടെന്ന് നമ്മോട് കൂട്ടൊക്കായി. പിന്നെ നമ്മൾ നേരെ പോയത് പപ്സിന്റെ റൂമിൽ കട്ട. അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അതിന്റെ ഇടയിൽ സമയം പോകാൻ വേണ്ടി ഞങ്ങൾ ഇപ്പത്തെ ട്രെൻഡ് റീൽസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ടും വേണ്ട സമയം പോവാ. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടാ. ഇറ്റിങ്ങളെ രണ്ടാളെ നമ്മൾ ഇത്രയും നേരം കാത്തുന്നത്. അനക പിന്നെ എല്ലായിടത്തും കൃത്യസമയത്ത് എത്തുന്നോണ്ട് കുഴപ്പമില്ല. ഒരു ടിഷ്യൂ പേപ്പർ എങ്ങനെ കീറേണ്ടത് വരെ നമ്മൾ നിസ്വക്ക് അറിയില്ലട്ടാ. നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടിയത് നല്ല അടിപൊളി നെഗറ്റിവ്സും അതുപോലെ തന്നെ ഇളനീർ ജ്യൂസുമാണ്. ഫോട്ടോ എടുക്കാന്ന് പറയുമ്പോൾ ഒക്കത്തിന് ചുണ്ടങ്ങോട്ട് ചോപ്പിച്ചാണ്. നമുക്ക് പിന്നെ ആരും ഇതില്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്തായാലും പപ്സിന് അത്രക്ക് ബുദ്ധി ഉണ്ടാവില്ല കേട്ടാ. കാരണം നമുക്ക് ഒറ്റക്കിനെ ഇത് പിടിച്ചിക്കാണ്ട് ഇങ്ങനെ ആടാ ഒരു നല്ലൊരു ടെക്നോളജി ആയിട്ട് മാറിയില്ലേ. അങ്ങനെ ഫോട്ടോ എടുക്കൽ വർത്താന പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ ഫുഡ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രോസ്റ്റിനോള് വാങ്ങി തന്നീന്റേത്. ചെറിയ കുട്ടികളെമാരി രണ്ടും കൂടി തല്ലുള്ളട്ട ഒരു ബ്രോസ്റ്റിന്റെ വലുപ്പത്തിന് വേണ്ടിട്ട്. നമ്മള് പിന്നെ ആദ്യത്തെ നേരത്തെ വന്ന് വലിയ ബ്രോസ്റ്റ് ഒക്കെ പിടിച്ചോണ്ട് ആ തല്ല് കൂടുതലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ചേട്ടാ. തിന്നുന്നിടത്തൊക്കെ നമ്മൾ എന്തായാലും ഫസ്റ്റ് എത്തുമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതോടുകൂടി നമ്മൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ.